2026 IPL സീസണിലെ ഏറ്റവും മികച്ച മത്സരം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയെ കാണും. അത് ഡൽഹി ക്യാപിറ്റൽസ് വേഴ്സസ് പഞ്ചാബ് കിങ്സ് മത്സരമാണ്. T20 ഫോർമാറ്റിൽ സാധാരണ 400 മുകളിൽ റൺസ് പിറക്കുന്നത് അസാധാരണമല്ല. എന്നാൽ ഇന്നലെ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന സൂപ്പർ ക്ലാഷിൽ പിറന്നത് 529 റൺസാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് 20 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തത് 264 റൺസാണ്. 152 റൺസ് എടുത്ത KL രാഹുലിന്റെ വെടിക്കെട്ട് സെഞ്ചുറിയും നിതീഷ് റാണയുടെ 91 റൺസിന്റെ തകർപ്പൻ 50യുമാണ് ഡൽഹിക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത്. രണ്ടാം വിക്കറ്റിൽ KL രാഹുൽ നിതീഷ് റാണ സഖ്യം 95 പന്തിൽ നിന്ന് അടിച്ചെടുത്തത് 220 റൺസാണ്. എന്നാൽ പഞ്ചാബ് കിങ്സിനെയും ശ്രേയസ് അയ്യരെയും സ്കോർ ബോർഡിലെ റൺമല തെല്ലും അലോസരപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, സീസണിൽ ടീമിന് ആദ്യമായി ഒരു വെല്ലുവിളി ഉയർന്നതിന്റെ ആശ്വാസമാണ് മുഖത്ത് നിഴലിച്ചു കണ്ടത്. പഞ്ചാബിന്റെ ഓപ്പണേഴ്സ് പ്രിയാംശാരിയും പ്രസിംഹനും ചേർന്ന് പവർ പ്ലേയിൽ നൽകിയ വെടിക്കെട്ട് തുടക്കം തന്നെ എടുത്തു നോക്കൂ. എന്തൊരു അനായാസ ബാറ്റിംഗ് ആയിരുന്നു അവരുടേത്. 7ാം ഓവറിൽ 43 റൺസ് എടുത്ത പ്രിയാംശ് പുറത്താകുമ്പോൾ 126 റൺസ് സ്കോർ ബോർഡിൽ എത്തിയിരുന്നു. 26 പന്തിൽ 76 റൺസ് എടുത്ത് പഞ്ചാബിന് സ്വപ്ന തുടക്കം സമ്മാനിച്ച പ്രസിംഹന്റെ ബാറ്റിംഗ് IPL ഓപ്പണർമാർക്ക് മാതൃകയാക്കാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. 5 കൂറ്റൻ സിക്സറുകളും 9 ഫോറുകളും ഉൾപ്പെടുന്ന പഞ്ചാബി ഓപ്പണറുടെ കാമിയോ ഇന്നിംഗ്സിന് 300-നടുത്ത സ്ട്രൈക്ക് റേറ്റ് ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കൂപ്പർ ക്രോളിയെയും സ്നേഹൽ വധേരയെയും ശശാങ്ക് സിംഗിനെയും കൂട്ടിപ്പിടിച്ച് വിജയ മാർജിനിലേക്ക് അതിവേഗം കുതിച്ചെത്തി. 265 എന്ന സ്കോറൊന്നും തങ്ങൾക്കൊരു വെല്ലുവിളിയേ അല്ലെന്ന മട്ടിൽ 18.5 ഓവറിൽ കളി തീർത്ത് പഞ്ചാബ് കളം വിട്ടു. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന റൺ ചേസാണ് ഇതെന്ന് പോലും കളി കണ്ടവർക്ക് തോന്നിക്കാണില്ല. അതായിരുന്നു പഞ്ചാബിന്റെ ടീം വർക്കിന്റെ പവർ. ശനിയാഴ്ചത്തെ രണ്ടാമത്തെ മത്സരവും ആവേശം വിതറി. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് വൈഭവ് സൂര്യവംശിയുടെ സീസണിലെ രണ്ടാമത്തെ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 20 ഓവറിൽ ഉയർത്തിയത് 228 റൺസ്. എന്നാൽ 18.3 ഓവറിൽ വെറും 5 വിക്കറ്റുകളുടെ നഷ്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആ ലക്ഷ്യം മറികടന്നു. കമ്മിൻസിനെ ക്യാപ്റ്റൻസി തിരിച്ചേൽപ്പിച്ച് ബാറ്റിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇഷാൻ കിഷൻ ആയിരുന്നു ഹൈദരാബാദിന്റെ വിജയശില്പിയായത്. അഭിഷേക് ശർമ്മയും ഹെൻറിച്ച് ക്ലാസനും റൺ ചേസിന് ഉറച്ച പിന്തുണയേകി. IPL മത്സര ഷെഡ്യൂൾ പാതി വഴിയിൽ എത്തി നിൽക്കുമ്പോൾ വീറും വാശിയും കടുക്കുകയാണ്.